പ്രിയ സ്നേഹിതരെ, ഞാൻ ഡാനിയലച്ചനാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ, നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ വായനയ്ക്ക് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത്. ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ലിങ്ക് BIYindia.com/മലയാളം. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് ദിവസം 24. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി 45 46 അധ്യായങ്ങൾ, ജോബിന്റെ പുസ്തകം 37 38 അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ 4 അധ്യായം 20 മുതൽ 27 വരെ. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ഉൽപ്പത്തി അധ്യായം 45. തൻ്റെ ചുറ്റും നിലകൊണ്ടിരുന്ന എല്ലാവർക്കും മുമ്പിൽ സ്വയം നിയന്ത്രിക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും എൻ്റെ പക്കൽ നിന്ന് പുറത്തു പോകുവിൻ. അതിനാൽ ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ഒരാൾ പോലും അവനോടുകൂടെ നിന്നിരുന്നില്ല. അവൻ സ്വരമുയർത്തി കരഞ്ഞു. ഈജിപ്തുകാർ അത് കേട്ടു. ഫറവോയുടെ ഭവനവും കേട്ടു. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവനോട് മറുപടി പറയാൻ അവൻ്റെ സഹോദരന്മാർക്ക് സാധിച്ചില്ല. അവൻ്റെ മുമ്പിൽ അവർ പരിഭ്രമിച്ചു പോയിരുന്നു. ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വന്നാലും. അവർ അടുത്ത് ചെന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തിലേക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിറ്റതോർത്ത് നിങ്ങൾ നഷ്ടധൈര്യരാകേണ്ട. നിങ്ങളോട് തന്നെ കുപിതരാവുകയും വേണ്ട. കാരണം അതിജീവനത്തിനായി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ടയച്ചത്. എന്തെന്നാൽ നാട്ടിൽ ക്ഷാമം ഇത് 2-ാം വർഷമാണ്. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 വർഷങ്ങൾ ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു ശിഷ്ടഭാഗം നിലനിർത്താനും നിങ്ങൾക്ക് മഹാവിമോചനത്തിനു വേണ്ടി ജീവൻ സംരക്ഷിക്കാനുമായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളല്ല എന്നെ ഇങ്ങോട്ടയച്ചത്, പിന്നെയോ ദൈവമാണ്. അവിടുന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അദ്ദേഹത്തിൻ്റെ വീടിന് മുഴുവനും നാഥനും ഈജിപ്ത് ദേശത്തിന് മുഴുവനും ഭരണാധിപനുമാക്കിയിരിക്കുന്നു. നിങ്ങൾ വേഗം എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പറയുക, അങ്ങയുടെ മകൻ ജോസഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ ഈജിപ്തിന് മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു. എൻ്റെ അടുത്ത് വരണം, ഒട്ടും വൈകരുതേ. അങ്ങയ്ക്ക് ഗോഷൻ പ്രദേശത്ത് പാർക്കാം. അങ്ങ് എൻ്റെ അടുത്തായിരിക്കും. അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും അങ്ങയുടെ ആടുമാടുകളും അങ്ങയ്ക്കുള്ള സകലതും. അവിടെ അങ്ങയെ ഞാൻ പോറ്റിക്കൊള്ളാം. എന്തെന്നാൽ ക്ഷാമം 5 കൊല്ലത്തേക്ക് കൂടിയുണ്ട്. അങ്ങും അങ്ങയുടെ കുടുംബവും അങ്ങയ്ക്കുള്ളവരും ദാരിദ്ര്യം അനുഭവിക്കരുതല്ലോ. ഇതാ എൻ്റെ അധരം തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളുടെ നയനങ്ങളും എൻ്റെ സഹോദരനായ ബെഞ്ചമിൻ്റെ നയനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈജിപ്തിലെ എൻ്റെ സർവ്വപ്രതാപവും നിങ്ങൾ കണ്ടതുമെല്ലാം പിതാവിനോട് നിങ്ങൾ വിവരിക്കുമല്ലോ. വേഗം എൻ്റെ പിതാവിനെ ഇവിടേക്ക് കൊണ്ടുവരണം. അവൻ തൻ്റെ സഹോദരനായ ബെഞ്ചമിൻ്റെ കഴുത്തിൽ വീണ് കരഞ്ഞു. ബെഞ്ചമിനും അവൻ്റെ കഴുത്തിൽ ചാഞ്ഞ് കരഞ്ഞു. അവൻ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും ചുംബിക്കുകയും അവരുടെ മേൽ ചാഞ്ഞ് കരയുകയും ചെയ്തു. അനന്തരം അവൻ്റെ സഹോദരന്മാർ അവനോട് സംസാരിച്ചു. ജോസഫിൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന് ഫറവോയുടെ ഭവനത്തിൽ ശ്രുതി പരന്നു. ഫറവോയുടെ ദൃഷ്ടികളിലും അദ്ദേഹത്തിൻ്റെ ദാസരുടെ ദൃഷ്ടികളിലും അത് നന്നായിരുന്നു. ഫറവോ ജോസഫിനോട് പറഞ്ഞു, താങ്കളുടെ സഹോദരന്മാരോട് ഇത് ചെയ്യുവിനെന്ന് പറയുക. നിങ്ങളുടെ മൃഗങ്ങളുടെ മേൽ ചുമടേറ്റുവിൻ. കാനാൻ ദേശത്തേക്ക് വേഗം ചെല്ലുവിൻ. നിങ്ങളുടെ പിതാവിനെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരുവിൻ. ഈജിപ്ത് നാട്ടിലെ ഐശ്വര്യം നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കാം. ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ഇതാ താങ്കൾ നിയുക്തനായിരിക്കുന്നു. നിങ്ങളിത് ചെയ്യുവിൻ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും വേണ്ടി ഈജിപ്ത് നാട്ടിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുപോകുവിൻ. നിങ്ങളുടെ പിതാവിനെ കയറ്റി നിങ്ങൾ വരുവിൻ. നിങ്ങളുടെ സാധന സാമഗ്രികളെപ്പറ്റി പര്യാകുലരാകേണ്ട. എന്തെന്നാൽ ഈജിപ്ത് നാട്ടിലെങ്ങുമുള്ള ഐശ്വര്യം നിങ്ങളുടേതായിരിക്കും. ഇസ്രായേലിൻ്റെ പുത്രന്മാർ അങ്ങനെ ചെയ്തു. ഫറവോയുടെ കൽപ്പന പ്രകാരം ജോസഫ് അവർക്ക് വാഹനങ്ങൾ കൊടുത്തു. യാത്രയ്ക്ക് വേണ്ടത് നൽകി. അവൻ അവർക്ക് ഓരോരുത്തർക്കും വിശിഷ്ട വസ്ത്രങ്ങൾ നൽകി. ബെഞ്ചമിന് അവൻ 300 വെള്ളി നാണയവും 5 വിശിഷ്ട വസ്ത്രങ്ങളും കൊടുത്തു. അവൻ തൻ്റെ പിതാവിനായി കൊടുത്തയച്ചവ ഇവയാണ്: ഈജിപ്തിലെ വിശിഷ്ട വസ്തുക്കൾ സംവഹിക്കുന്ന 10 കഴുതകൾ, ഗോതമ്പും അപ്പവും തൻ്റെ പിതാവിൻ്റെ യാത്രയ്ക്ക് വേണ്ട ഭക്ഷണവും വഹിക്കുന്ന 10 പെൺകഴുതകൾ. അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്രയാക്കി. അവർ പോകുമ്പോൾ അവൻ അവരോട് പറഞ്ഞു, വഴിക്ക് വെച്ച് ശണ്ഠ കൂടരുത്. അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ അടുത്തെത്തി. അവർ അദ്ദേഹത്തോട് ഇപ്രകാരം വിവരിച്ചു, ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവൻ തന്നെയാണ് ഈജിപ്ത് ദേശം മുഴുവൻ്റെയും ഭരണാധികാരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ജീവസുറ്റതായി, കാരണം അദ്ദേഹം അവരെ വിശ്വസിച്ചില്ല.
എന്നാൽ ജോസഫ് അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ അദ്ദേഹത്തോട് പറയുകയും തന്നെ കയറ്റാൻ ജോസഫ് അയച്ച വാഹനങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ യാക്കോബിന്റെ ചൈതന്യം ജീവസുറ്റതായി. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, കൊള്ളാം, എൻ്റെ മകൻ ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിക്കും മുമ്പ് അവനെ എനിക്ക് കാണാനിടയാകട്ടെ. ഉൽപ്പത്തി അധ്യായം 46. ഇസ്രായേൽ തനിക്കുള്ള സകലതിനോടുമൊപ്പം യാത്ര തിരിച്ചു ബെർഷേബയിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവത്തിന് ബലികൾ സമർപ്പിച്ചു. നിശാദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു. അവിടുന്ന് വിളിച്ചു, യാക്കോബേ, യാക്കോബേ. ഇതാ ഞാൻ, അദ്ദേഹം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിൻ്റെ ദൈവം. ഈജിപ്തിലേക്ക് പോകുന്നത് കൊണ്ട് നീ ഭയപ്പെടണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കി സ്ഥാപിക്കും. ഞാൻ നിന്നോടൊപ്പം ഈജിപ്തിലേക്ക് ഇറങ്ങി വരും. നിന്നെ ഞാൻ ഉത്തരോത്തരം ഉയർത്തും. ജോസഫ് നിന്റെ കണ്ണുകളിൽ തൻ്റെ കൈവെക്കും. ബെർഷേബയിൽ നിന്ന് യാക്കോബ് എഴുന്നേറ്റു. ഇസ്രായേലിൻ്റെ മക്കൾ തങ്ങളുടെ പിതാവായ യാക്കോബിനെയും കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഫറവോ കൊടുത്തയച്ചിരുന്ന വാഹനങ്ങളിൽ കയറ്റി. തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾ സമ്പാദിച്ച വസ്തുവകകളും അവർ കൂടെ എടുത്തു. യാക്കോബും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ സന്തതിയും ഈജിപ്തിലേക്ക് പോയി. സ്വപുത്രന്മാരെയും തന്നോടൊപ്പമുള്ള പുത്രന്മാരുടെ പുത്രന്മാരെയും സ്വപുത്രിമാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും തൻ്റെ ഓരോ സന്തതിയെയും അദ്ദേഹം തന്നോടൊപ്പം ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ഈജിപ്തിലേക്ക് പോയ ഇസ്രായേലരുടെ, അതായത് യാക്കോബിൻ്റെയും അവൻ്റെ മക്കളുടെയും പേരുകൾ ഇവയാണ്. യാക്കോബിൻ്റെ ആദിജാതൻ റൂബൻ. റൂബൻ്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി എന്നിവർ. ശിമെയോൻ്റെ പുത്രന്മാർ യമുവേൽ, യാമീൻ, ഓഹദ്, യാക്കിൻ, സോഹാർ, കാനാൻകാരിയുടെ മകൻ സാവൂൾ. ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ, കൊഹാത്ത്, മെറാറി. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലാഹ്, പെരസ്, സേറഹ്. ഏറും ഓനാനും കാനാൻ ദേശത്ത് വെച്ച് മരിച്ചിരുന്നു. പേരസിൻ്റെ പുത്രന്മാരായിരുന്നു ഹെസ്രോൻ, ഹാമൂൽ എന്നിവർ. ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല, ഫൂവ, യോബ്, ഷിമ്രോൻ. സെബുലൂണിൻ്റെ പുത്രന്മാർ സേറദ്, ഏലോൻ, യഹ്ലേൽ. അവരും ദീന എന്ന യാക്കോബിൻ്റെ പുത്രിയും പാതാൻ ആരാമിൽ വെച്ച് ലയാ പ്രസവിച്ച അവൻ്റെ മക്കളാണ്. അവൻ്റെ പുത്രന്മാരും അവൻ്റെ പുത്രിമാരും ആകെ 33 ആളുകൾ. ഗാദിൻ്റെ പുത്രന്മാർ സിഫിയോൻ, ഹഗ്ഗി, ഷൂനി, യെസ്ബോൻ, ഏരി, അരോദി, അരേലി. ആഷേറിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെറിയ. അവരുടെ സഹോദരി സേറഹ്. ബെറിയായുടെ പുത്രന്മാർ ഏബർ, മൽക്കിയേൽ. ലാബാൻ തൻ്റെ മകളായ ലേയായിക്ക് പരിചാരികയായി കൊടുത്ത സിൽഫായുടെ മക്കളാണിവർ. അവൾ യാക്കോബിന് വേണ്ടി ഈ 16 പേരെ പ്രസവിച്ചു. യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ മക്കളാണ് ജോസഫും ബെഞ്ചമിനും. ഓനിലെ പുരോഹിതനായ പൊത്തിഫറായുടെ പുത്രി അസ്നത്ത് ജോസഫിന് വേണ്ടി ഈജിപ്തിൽ വെച്ച് മനാസെ, എഫ്രായിം എന്നിവരെ പ്രസവിച്ചു. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, ബേക്കർ, അഷ്ബേൽ, ഗേര, നാമാൻ, ഏഹി, റോഷ്, മുപ്പീം, ഹുപ്പീം, ആർദ്. ഇവർ യാക്കോബിന് റാഹേൽ ജനിച്ച മക്കളാണ്. ആകെ 14 പേർ. ദാനിൻ്റെ മക്കളാണ് ഹൂഷ്യർ. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ, ഗൂനി, യേസർ, ഷില്ലേം. ലാബാൻ തൻ്റെ മകളായ റാഹേലിന് പരിചാരികയായി കൊടുത്ത ബിൽഹായുടെ പുത്രന്മാരാണിവർ. യാക്കോബിന് വേണ്ടി അവൾ ഇവരെ പ്രസവിച്ചു. ആകെ 7 പേർ. പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിനോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ച യാക്കോബിൽ നിന്ന് തന്നെ ഉടലെടുത്ത മക്കൾ ആകെ 66 പേരാണ്. ജോസഫിൻ്റെ പുത്രന്മാർ ഈജിപ്തിൽ അവന് ജനിച്ച 2 പേർ. അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആകെ ആളുകൾ 70 പേരാണ്. തനിക്ക് മുമ്പേ ഗോഷനിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ജോസഫിൻ്റെ പക്കലേക്ക് മുൻകൂറായി യൂദായെ അയച്ചു. അവർ ഗോഷൻ പ്രദേശത്തേക്ക് വന്നു. ജോസഫ് തൻ്റെ രഥമൊരുക്കി തൻ്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കാനായി ഗോഷനിലേക്ക് ചെന്നു. അവൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ആശ്ലേഷിച്ചു. അദ്ദേഹത്തിൻ്റെ തോളിൽ അവൻ തുടരെ കണ്ണീരൊഴുക്കി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഒടുവിൽ നിന്റെ മുഖം ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കെ ഞാൻ മരിച്ചുകൊള്ളട്ടെ, നീ ഇനിയും ജീവനോടെ ഇരിക്കുന്നുവല്ലോ. ജോസഫ് തൻ്റെ സഹോദരന്മാരോടും തൻ്റെ പിതൃകുടുംബത്തോടുമായി പറഞ്ഞു, ഞാൻ പോയി ഫറവോയോട് വിവരിക്കട്ടെ. അദ്ദേഹത്തോട് ഞാൻ പറയാം, കാനാൻ ദേശത്തായിരുന്ന എൻ്റെ സഹോദരന്മാരും പിതൃകുടുംബം മുഴുവനും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ ആളുകൾ മൃഗങ്ങളെ മേയ്ക്കുന്നവരാണ്, അതായത് കന്നുകാലി വളർത്തുകാരാണ്. അവരുടെ ആടുമാടുകളും അവർക്കുള്ളതൊക്കെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, അങ്ങയുടെ ദാസന്മാർ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ കന്നുകാലി വളർത്തുകാരാണ്. അങ്ങനെയെങ്കിലേ നിങ്ങൾക്ക് ഗോഷൻ നാട്ടിൽ പാർക്കാനൊക്കൂ. കാരണം ആട് മേയ്ക്കുന്ന എല്ലാവരും ഈജിപ്തുകാർക്ക് മ്ലേച്ഛരാണ്. ജോബ് അധ്യായം 37. ഇതേക്കുറിച്ചും എൻ്റെ ഹൃദയം വിറകൊള്ളുന്നു, സ്വസ്ഥാനത്ത് നിന്ന് അത് കുലുങ്ങുന്നു.
അവിടുത്തെ ശബ്ദഘോഷത്തിൽ അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന മർമ്മരം നന്നായി ശ്രദ്ധിക്കുവിൻ. ആകാശം മുഴുവനും കീഴെ അവിടുന്ന് അത് വ്യാപിപ്പിക്കുന്നു, തൻ്റെ മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെയും. അതിന് പിന്നാലെ ഒരു ശബ്ദം ഗർജിക്കുന്നു, അവിടുത്തെ മഹിമയേറിയ നാദം കൊണ്ട് അവിടുന്ന് വിറപ്പിക്കുന്നു. തൻ്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് അവയെ തടയുന്നുമില്ല. തൻ്റെ നാദം കൊണ്ട് അത്ഭുതകരമായി തമ്പുരാൻ വിറപ്പിക്കുമ്പോൾ നമുക്ക് അജ്ഞാതമായ വൻകാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഭൂമിയെ നനയ്ക്കുക എന്ന് അവിടുന്ന് ഹിമത്തോട് പറയുമ്പോൾ മഴയോട് മഴയാണ് അവിടുത്തെ ശക്തിയുടെ പെരുമഴകളുടെ മഴ. തൻ്റെ പ്രവൃത്തി ആളുകളെല്ലാം അറിയേണ്ടതിന് അവിടുന്ന് ഓരോ മനുഷ്യകരത്തിനും മുദ്ര വയ്ക്കുന്നു. വന്യമൃഗം അതിൻ്റെ സങ്കേതത്തിൽ പ്രവേശിക്കുന്നു, ഗുഹകളിൽ വസിക്കുകയും ചെയ്യുന്നു. ചുഴലിക്കാറ്റ് അറയിൽ നിന്ന് വരുന്നു, വടക്കൻ കാറ്റുകളിൽ നിന്ന് തണുപ്പും. ദൈവനിശ്വാസത്തിൽ നിന്ന് മഞ്ഞുകട്ടയുണ്ടാകുന്നു, വിശാല സമുദ്രം ഉറയാൻ ഇടയാകുന്നു. മാത്രമല്ല അവിടുന്ന് തടിച്ച കാർമുകിലിനെ ഭാരമുള്ളതാക്കുന്നു, മേഘം അവിടുത്തെ മിന്നൽ പ്രസരിപ്പിക്കുന്നു. താൻ അവയെ അനുശാസിക്കുന്നവയെല്ലാം വാസയോഗ്യമായ ഭൂമുഖത്ത് നിറവേറ്റേണ്ടതിന് തൻ്റെ നിയന്ത്രണത്തിൽ അവിടുന്ന് അവയെ ചുഴറ്റുന്നു. ശിക്ഷണത്തിനായോ അവിടുത്തെ ഭൂമിക്ക് വേണ്ടിയോ കാരുണ്യത്തെ പ്രതിയോ അവിടുന്ന് ഇത് നടപ്പാക്കുന്നു. ജോബേ, നീ ഇത് കേൾക്കുക, സ്വസ്ഥമായി തമ്പുരാൻ്റെ അത്ഭുതങ്ങൾ ശ്രദ്ധാവിഷയമാക്കുക. നിനക്കറിയാമോ, ദൈവം അവയ്ക്ക് നിർദ്ദേശം നൽകുമ്പോൾ അവിടുത്തെ മേഘം മിന്നൽ പിണർ പ്രകാശിപ്പിക്കുന്നുവെന്ന്. നിനക്കറിയാമോ, അറിവ് നിറഞ്ഞവൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ ചിലതാണ് കാർമുകിലിൻ്റെ ആന്തോളനങ്ങളിന്മേൽ ഉള്ളതെന്ന്. തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുള്ളതാകുമെന്ന്. ലോകദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെട്ടുകൾ നീ അവിടുത്തോട് കൂടെ നിന്ന് വിരിക്കുമോ? അവിടുത്തോട് എന്തു പറയണമെന്ന് ഞങ്ങളെ ബോധിപ്പിക്കുക. അന്ധകാരം മൂലം ഞങ്ങൾക്ക് പദ്ധതിയൊന്നുമിടാൻ കഴിയുന്നില്ല. ഞാൻ സംസാരിക്കാമെന്ന് അവിടുത്തെ അറിയിക്കണമോ? വിഴുങ്ങപ്പെടാൻ ആരെങ്കിലും ആവശ്യപ്പെടുമോ? അപ്പോൾ അവർ പ്രകാശം കണ്ടിരുന്നില്ല. അത് വാനവിധാനങ്ങളിൽ പ്രശോഭിതമാണ്. കാറ്റടിച്ച് അവയെ വെടുപ്പാക്കിയിരിക്കുന്നു. ദൈവത്തിനുമേൽ അത്ഭുത മഹിമയായി വടക്കുനിന്ന് സ്വർണം വരുന്നു. സർവശക്തൻ, നമുക്ക് കണ്ടെത്താനാകാത്തവൻ, ശക്തിയുടെയും ന്യായത്തിൻ്റെയും സമ്പൂർണ്ണ നീതിയുടെയും മകുടം അവിടുന്ന് ദ്രോഹിക്കുകയില്ല. ആകയാൽ ആളുകൾ അവിടുത്തെ ഭയപ്പെടുന്നു, ജ്ഞാനമതികളായ ആരെയും അവിടുന്ന് പരിഗണിക്കുകയില്ല. ജോബ് അധ്യായം 38. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി അവിടുന്ന് അരുൾ ചെയ്തു: അറിവില്ലാത്ത വചസ്സുകളാൽ ഉപദേശം ഇരുളാക്കുന്ന ഇവനാരാണ്? വീരനെപ്പോലെ നീ നിന്റെ അരമുറുക്കുക. ഞാൻ നിന്നോട് ചോദിക്കാം, നീ എന്നെ ബോധിപ്പിക്കുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ ആ ഉൾക്കാഴ്ച വ്യക്തമാക്കുക. അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാരാണ് എന്ന് നിനക്കറിയാമോ? അല്ലെങ്കിൽ അതിനുമേൽ അളവ് ചരട് പിടിച്ചതാര്? അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അല്ലെങ്കിൽ അതിൻ്റെ മൂലക്കല്ല് ആരിട്ടു? അപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചാഹ്ലാദിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് സമുദ്രം ഭേദനം ചെയ്ത് പുറത്തു വന്നപ്പോൾ അതിനെ വാതിൽപ്പാളി കൊണ്ട് അവിടുന്ന് തടയുകയായിരുന്നു. അതിൻ്റെ വസ്ത്രമായി മേഘവും അതിൻ്റെ പിള്ളക്കച്ചിയായി കൂരിരുട്ടും ഞാൻ ഉടുപ്പിക്കുമ്പോൾ അതിനെ പ്രതി ഞാൻ എൻ്റെ ചട്ടം ലംഘിച്ച് ഓടാമ്പലും വാതിൽപ്പാളികളും സ്ഥാപിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ പറയുകയായിരുന്നു: ഇവിടം വരെ നിനക്ക് വരാം, പിന്നെ തുടരരുത്. ഇവിടം നിന്റെ തിരമാലകളുടെ ഔദ്ധത്യത്തിൽ കഴിഞ്ഞുകൊള്ളട്ടെ. നിന്റെ ദിനങ്ങൾ മുതൽ നീയാണോ പ്രഭാതത്തെ അനുശാസിക്കുന്നത്, ഉഷസ്സിന് അതിൻ്റെ സ്ഥാനം മനസ്സിലാക്കി കൊടുക്കുന്നത്? ഭൂമിയുടെ അതിർത്തികളിൽ പിടിമുറുക്കാൻ ദുഷ്ടർ അവിടെ നിന്ന് കുടഞ്ഞെറിയപ്പെട്ടിരുന്നു. മുദ്രയുടെ കളിമണ്ണ് പോലെ അത് സ്വയം മാറുന്നു. അവരാകട്ടെ മേലങ്കി പോലെ എഴുന്നു നിൽക്കുന്നു. ദുഷ്ടരിൽ നിന്ന് തങ്ങളുടെ പ്രകാശം പിൻവലിക്കപ്പെടും, ഉയർന്ന കരം ഒടിക്കപ്പെടും. സമുദ്രത്തിൻ്റെ ഉറവകളോളം നീ ചെന്നിട്ടുണ്ടോ? ആഴത്തിൻ്റെ അന്തരാളത്തിൽ നീ സഞ്ചരിച്ചിട്ടുണ്ടോ? മൃത്യുകവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? മരണനിഴലിൻ്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലതകൾ നീ ഗ്രഹിച്ചിട്ടുണ്ടോ? അതെല്ലാം നിനക്കറിയാമെങ്കിൽ വർണ്ണിക്കുക. പ്രകാശം വസിക്കുന്ന ഇടത്തേക്കുള്ള വഴി എവിടെ? അന്ധകാരത്തിൻ്റെ ഇടം എവിടെ? അതിൻ്റെ അതിർത്തിയിലേക്ക് നീ അതിനെ കൊണ്ടുപോകേണ്ടതുണ്ടോ? അതിൻ്റെ ഭവനത്തിൻ്റെ വഴികൾ നീ മനസ്സിലാക്കേണ്ടതുണ്ടോ? നിനക്കറിയാമായിരുന്നോ അപ്പോഴേ നീ ജാതനായിരുന്നെന്ന്? നിന്റെ നാളുകളുടെ എണ്ണം ഏറെയാണെന്ന്? ഹിമത്തിൻ്റെ കലവറകളിലേക്ക് നീ ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ കലവറകൾ നീ കണ്ടിട്ടുണ്ടോ? ദുരിതകാലത്തേക്ക് വേണ്ടിയും പോരാട്ടത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ദിനത്തിലേക്ക് വേണ്ടിയും ഞാനവ കരുതി വച്ചിരിക്കുന്നു. പ്രഭ പ്രസരിക്കുന്നതും ഭൂമിമേൽ കിഴക്കൻ കാറ്റടിക്കുന്നതും ഏതു വഴിയാണ്? ആരാണ് വെള്ളപ്പാച്ചിലിന് ചാലും ഇടിമുഴക്കങ്ങൾക്ക് പാതയും കീറിയത്? ആളില്ലാത്ത ഭൂമിക്ക് മീതെ മനുഷ്യനില്ലാത്ത മരുഭൂമിയിൽ മഴ പെയ്യിക്കാനും വിജനമായ തരിശുഭൂമി കുളിർപ്പിക്കാനും പുൽമേട് കിളിർപ്പിക്കാനുമായി മഴയ്ക്കൊരപ്പനുണ്ടോ? അഥവാ മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാര്? ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകട്ട പുറപ്പെടുന്നു? ആകാശ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു? ജലം ഉറഞ്ഞ പാറ പോലെയാകുന്നു,
ആഴത്തിൻ്റെ മുഖം കട്ടിയാകുന്നു. കാർത്തികയുടെ ചങ്ങലകൾ നിനക്ക് ബന്ധിക്കാമോ? അഥവാ മകയിരത്തിൻ്റെ കയറുകൾ അഴിക്കാമോ? രാശിചക്രം അതിൻ്റെ നിശ്ചിത കാലത്ത് നീ പുറത്തു കൊണ്ടുവരുമോ? സപ്തർഷി രാശിയെ അതിൻ്റെ മക്കളോട് ചേർന്ന് നീ സമാശ്വസിപ്പിക്കുമോ? ആകാശങ്ങളുടെ ചട്ടങ്ങൾ നിനക്കറിയാമോ? ഭൂമിയിൽ അതിൻ്റെ ആധിപത്യം നീ നിശ്ചയിക്കുമോ? ജലസഞ്ചയം നിന്നെ മൂടത്തക്ക വിധം കാർമുകിലിനോട് നിന്റെ സ്വരമുയർത്താമോ? നീ ഇടിമിന്നലുകൾ അയക്കുകയും ഇതാ ഞങ്ങളെന്ന് നിന്നോട് പറഞ്ഞ് അവ പുറപ്പെടുകയും ചെയ്യാറുണ്ടോ? ജ്ഞാനം ഉള്ളിൽ നിക്ഷേപിച്ചതാര്? അഥവാ മനസ്സിന് ഉൾക്കാഴ്ച നൽകിയതാര്? ജ്ഞാനം ഉപയോഗിച്ച് ആകാശത്തെട്ടുകൾ എണ്ണാൻ ആർക്ക് കഴിയും? ആകാശങ്ങളിലെ ജലസംഭരണികൾ ആര് ചരിക്കും? പൊടി ഒട്ടിപ്പിടിച്ച് കട്ടയാകുമ്പോഴല്ലേ ഇഷ്ടികകൾ കൂടിച്ചേരുന്നത്? സിംഹത്തിനായി ഇരയെ നീ വേട്ടയാടുമോ? യുവസിംഹങ്ങളുടെ ജീവനെ നീ തൃപ്തിപ്പെടുത്തുമോ? എന്തെന്നാൽ അവ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുന്നു, പന്തലിൽ പതിയിരിക്കുന്നു. കാക്കയ്ക്ക് അതിൻ്റെ തീറ്റ തയ്യാറാക്കുന്നതാര്? ഭക്ഷണമില്ലാതെ വലഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നല്ലോ. സുഭാഷിതങ്ങൾ അധ്യായം 4 വാക്യങ്ങൾ 20 മുതൽ 27 വരെ. എൻ്റെ മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി ചായ്ക്കുക. നിന്റെ കണ്ണുകളിൽ നിന്ന് മാറിപ്പോകാതെ അവ നിന്റെ ഹൃത്തടത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ കണ്ടെത്തുന്നവന് അവ ജീവനാണ്, അവൻ്റെ ശരീരത്തിന് മുഴുവൻ സൗഖ്യവും. ഏത് ബന്ധനാവസ്ഥയിൽ നിന്നും നിന്റെ ഹൃദയം നീ കാക്കുക. ജീവന്റെ പ്രഭവങ്ങൾ അതിൽ നിന്നാണല്ലോ. വായുടെ ദൂഷണം നിന്നിൽ നിന്ന് നീക്കിക്കളയുക, അധര വ്യതിചലനം നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. നിന്റെ ദൃഷ്ടികൾ നേരെ മുമ്പോട്ട് നിരീക്ഷിക്കട്ടെ. നിന്റെ കടാക്ഷങ്ങൾ നിന്റെ മുമ്പിൽ ഋജുവായിരിക്കട്ടെ. നിന്റെ പാത വഴിത്താര ഒരുക്കുക, നിന്റെ വഴികളെല്ലാം ചൊവ്വുള്ളതായിരിക്കട്ടെ. വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്. നീ നിന്റെ കാൽ തിന്മയിൽ നിന്ന് അകറ്റുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വചനത്തിലൂടെ മക്കളോടെന്ന പോലെ ഞങ്ങളോട് അങ്ങ് സംസാരിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എത്ര മഹനീയമായ ഒരു മാതൃകയാണ് ജോസഫ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാം മറക്കാനും പൊറുക്കാനും എല്ലാ അനുഭവങ്ങളുടെയും പിന്നിൽ ദൈവത്തെ കാണാനും ജോസഫിനെ പോലെ ഞങ്ങൾക്കും അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 24-ാമത്തെ ദിവസം വചനവായനയിൽ ദൈവകൃപയിൽ തുടരാൻ കഴിയുന്നത് വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ഉൽപ്പത്തി 45-ഉം 46-ഉം വായിച്ചപ്പോൾ ഹൃദയസ്പർശിയായ ചില രംഗങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. ജോസഫ് താൻ ആരാണെന്ന് സഹോദരന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു. അപ്പനെ കൂട്ടിക്കൊണ്ടുവരാനായി അവരെ പറഞ്ഞയക്കുന്നു. യാക്കോബ് ഈജിപ്തിലേക്ക് എത്തിച്ചേരുന്നു. 45-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും 8-ാമത്തെ വാക്യത്തിലും മറന്നുപോകാതെ അടിവരയിട്ട് വെക്കേണ്ട ഒരു വാചകമുണ്ട്. നിങ്ങൾ ഭാരപ്പെടരുത്. സഹോദരന്മാരോട് ജോസഫ് പറയുകയാണ്, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. എത്ര ദൈവികമായ ഒരു ചിന്തയാണത്. ജീവിതത്തിലെ ദുഃഖപൂർണമെന്നോ നിരാശാജനകമെന്നോ വേദനാജനകമെന്നോ ഒക്കെ തോന്നാവുന്ന 100 കണക്കിന് അനുഭവങ്ങളെ ഒരാൾ നിർമ്മലമായ ഒരു ദൈവിക ചിന്ത കൊണ്ട് ജ്ഞാനസ്നാനം ചെയ്തെടുക്കുകയാണ്. എല്ലാ ദുരനുഭവങ്ങൾക്ക് പിന്നിലും എല്ലാ നല്ല അനുഭവങ്ങൾക്ക് പിന്നിലും ദൈവം തന്നെയാണ് എന്ന തിരിച്ചറിവ്. പോത്തിഫറിൻ്റെ ഭാര്യയല്ല എന്നെ കുറ്റാരോപണം നടത്തി ജയിലിലടച്ചത്, ദൈവമാണ്. നിങ്ങളല്ല എന്നെ വിറ്റത്, ദൈവമാണ് എന്നെ വിറ്റത്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളുടെയും പിന്നിൽ ദൈവത്തെ കാണാൻ കഴിഞ്ഞാൽ കുറെ കൂടി സംയമനവും സമചിത്തതയും അവധാനതയും കുറെ കൂടി നന്മയും നമുക്ക് കൈവരും എന്ന് എനിക്ക് തോന്നുന്നു. ഈജിപ്തിലേക്ക് യാക്കോബിൻ്റെ മക്കള് മടങ്ങിയെത്തുമ്പോൾ ദീർഘമായ അവരുടെ വിവരണം ഓരോരുത്തരുടെയും പേരുകൾ സഹിതം വിശുദ്ധ ഗ്രന്ഥം നൽകുന്നുണ്ട്. 70 പേരാണ് ഈജിപ്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഈജിപ്തിലെത്തുന്നത് ഒരു കുടുംബമാണ്. എന്നാൽ ഈജിപ്തിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു ജനതയായി അവർ മാറിയിട്ടുണ്ടാവും. പക്ഷെ അതിന് കണ്ണീരിൻ്റെയും കഥനത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും 400 കൊല്ലങ്ങൾ അവർ കഴിച്ചുവിടേണ്ടതുണ്ട്. ഒരു ഗോത്രത്തിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു രാജ്യമായി, ഒരു ജനതയായി മാറുന്നതിനിടയിൽ ഈ 4 നൂറ്റാണ്ടിൻ്റെ പീഡാനുഭവത്തിൻ്റെ കഥന വഴികളുണ്ട്. ദൈവത്തിന് എല്ലാവരെയും സംബന്ധിച്ചും മനോഹരമായ ചില പദ്ധതികളുണ്ട് എന്ന് ആവർത്തിച്ച് നാം കേൾക്കാറുള്ളതാണ്. ഈ പദ്ധതികൾ പൂവണിയാൻ പൂക്കൾ വിരിച്ച വഴിയിലൂടെ മാത്രമല്ല ദൈവം നമ്മെ നടത്തുന്നത്. പലപ്പോഴും മുള്ളും മരടും മൂർഖനും നിറഞ്ഞ കലുവഴികളിലൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ്. സമ്പൂർണമായി ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക എന്നൊരു പാഠമാണ് ഉൽപ്പത്തി മുതൽ വചനവായനയിലൂടെ ദൈവം നമ്മിൽ നിന്ന് നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാ ദുരനുഭവങ്ങളുടെ പിന്നിലും ദൈവത്തെ കണ്ട ജോസഫ് ഈ ട്രസ്റ്റ് സമ്പൂർണമായി തിരികെ എടുത്ത, ദൈവത്തിലുള്ള ആശ്രയത്തെ സമ്പൂർണമായി സ്വീകരിച്ച ഒരു പുതിയ നിയമ
കഥാപാത്രമായി പോലും കാണാൻ കഴിയുന്ന ഒരാളാണ്. സത്യത്തിൽ പഴയ നിയമത്തിൽ ജീവിച്ച പുതിയ നിയമ കഥാപാത്രമായിരുന്നു ജോസഫ്. സഹോദരന്മാർക്ക് വേണ്ടി ഈജിപ്തിലെ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വീണ്ടും ഈ മനുഷ്യനിലെ ദൈവികത വെളിപ്പെട്ട് വരികയാണ്. സഹോദരന്മാർ അയാൾക്ക് കൊടുത്തത് ഒരു പൊട്ടക്കിണറായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരു നല്ല കാലം വന്നു ചേർന്നപ്പോൾ അയാൾ ആ സങ്കടകരമായ ഓർമ്മകൾക്ക് ഒരു മധുര പ്രതികാരം ചെയ്തത് തൻ്റെ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി അയാൾ ഈജിപ്തിലെ ഏറ്റവും നല്ല ലാൻഡ്, ഏറ്റവും നല്ല ദേശം കരുതി വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏറ്റവും നല്ല ദേശം അവർക്ക് കൊടുത്തുകൊണ്ടാണ്. ഒരു ദൈവിക മനുഷ്യൻ്റെ പ്രതികാരം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ ദ്രോഹിക്കുമ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. തൻ്റെ വിലാവ് കുത്തിത്തുളച്ച ലുങ്കീനോസിനെ തൻ്റെ തിരുവിലാവിലെ രക്തത്താലും ജലത്താലും സുഖപ്പെടുത്തിയ ദൈവപുത്രനായ യേശുവിനെ പോലെ ഗോഷൻ പ്രദേശം സഹോദരന്മാർക്ക് നൽകാൻ ജോസഫ് പദ്ധതിയിടുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ദുരനുഭവങ്ങളെയെല്ലാം തൻ്റെ നന്മ കൊണ്ടും ദൈവാശ്രയം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അതിജീവിച്ച് ഒരു വടവൃക്ഷമായി മഹാഗോപുരമായി വളർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ മുറിവുകൾ നമ്മളെ തളർത്തുകയല്ല, മുറിവുകൾക്ക് നമ്മെ ഒരു വടവൃക്ഷമാക്കി വളർത്താൻ കഴിയും എന്ന് ജോസഫ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് ജോസഫിനെ യാക്കോബ് അനുഗ്രഹിക്കുന്ന ഭാഗത്ത് 49 അധ്യായത്തിൽ നാം വായിക്കും: ജോസഫിനെ യാക്കോബ് തുലനം ചെയ്യുന്നത് നീരുറവയ്ക്കരികെ നട്ട വൃക്ഷമായിരുന്നു ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിന്നു. എത്ര ആശ്വാസകരമായ ഒരു ഓർമ്മയാണ് ജോസഫ്. കടന്നുപോയ ദുഃഖങ്ങളെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടും ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയബോധം കൊണ്ടും മനോഹരമായി മറികടന്ന് തലമുറകൾക്ക് അതിജീവനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ഓർമ്മപ്പെടുത്തലായും അടയാളമായി മാറിയ ജോസഫിന് മുമ്പിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന മധ്യസ്ഥ അപേക്ഷകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ജോബിൻ്റെ കഥയെക്കുറിച്ച് കൂടി ഒരു പരാമർശം നടത്തേണ്ടതുണ്ട്. 3 സുഹൃത്തുക്കൾ ജോബിനെ കുറ്റപ്പെടുത്തിയതിനു ശേഷം എലീഹു സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ ദൈവം സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ സംഭാഷണങ്ങൾ വീണ്ടും തുടരും. ഒറ്റ കാര്യം മാത്രമാണ് ജോബിനോട് ദൈവം ചോദിക്കുന്നത്: ഈ ഭൂമിയിൽ നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ? ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് പോലും നിനക്കറിവില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും ഗഹനമായ സങ്കീർണമായ സഹനമെന്ന വിഷയത്തെക്കുറിച്ച് നിനക്ക് എങ്ങനെയാണ് പൂർണ്ണമായ ഒരു ജ്ഞാനം ലഭിക്കുക എന്ന ദിശയിലാണ് ദൈവത്തിൻ്റെ സംഭാഷണം. നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പരാമർശിക്കാം. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയും. നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഞാൻ ഡാനിയൽ അച്ചൻ. മഹത്വം ഈശോയ്ക്ക് മാത്രം. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.